ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ അപ്ഡേറ്റ് BS നഴ്സിംഗ് അഡ്മിഷൻ 2024 ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമ്മൾ BS നഴ്സിംഗ് കേരളത്തിലെ എൻട്രൻസിനെ ആസ്പദമാക്കി ആയിരിക്കുമോ എന്നെക്കുറിച്ച് അനവധി കുട്ടികൾ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് മദേഴ്സ് നഴ്സിംഗ് ഒഫീഷ്യൽ നമ്പറിൽ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ആവർത്തിച്ചിരുന്നു, 2024 BS നഴ്സിംഗിന് അഡ്മിഷൻസ് നമുക്കൊരു എൻട്രൻസിൻ്റെ സാധ്യത വളരെ കൂടുതലായിട്ട് അതിൻ്റെ കുഹാസിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അതൊരു ഇനിഷ്യേറ്റീവ് നേരത്തെ തൊട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം കുഹാസിന് അണ്ടറിലാണ് BS നഴ്സിംഗ് കോഴ്സ് വരുന്നത്. അപ്പോൾ BS നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളൊരു നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുള്ളൊരു ബേസിസിൽ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്കത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇൻ കേസ് എൻട്രൻസ് നടത്തി കഴിഞ്ഞാൽ ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട് കേരളത്തിൽ കിട്ടാൻ. പക്ഷേ ഇപ്പോൾ ഞാനിൻ്റെ അത് പ്രധാനമായിട്ട് BS നഴ്സിംഗിൻ്റെ അഡ്മിഷനെ കുറിച്ച്, പ്രത്യേകിച്ച് നഴ്സിംഗ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, കരിയറായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിന് ശേഷം നമ്മൾ നെക്സ്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്ന കൂടുതൽ കർണാടക സൈഡിലേക്കാണ്. പിന്നെ തമിഴ്നാട് ഫോക്കസ് ചെയ്യാറുണ്ട്, പിന്നീടാണ് ആന്ധ്ര സൈഡ്. അപ്പോൾ ആന്ധ്ര സൈഡൊക്കെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഡിക്കൽ കോളേജസിൻ്റെ ഒരു ബെനിഫിഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജെനുവിൻ ആയിട്ടുള്ള മെഡിക്കൽ കോളേജസിനെ കുറിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഒത്തിരി ഫീസ് കുറവുണ്ട്. അപ്പം ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ടൈറ്റുള്ളവർക്ക് അങ്ങനെ ഓപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഡെഫിനറ്റ്ലി നീറ്റ് അതിനുള്ളത് പ്രിപ്പയർ ചെയ്യണം, നീറ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കർണാടക, ഇപ്പോൾ നമ്മളെപ്പോഴും കേരളം തന്നെ നോക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഒത്തിരി അധികം പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. പക്ഷേ കേരളത്തിലെ കോളേജസിൻ്റെ സീറ്റ്സിൻ്റെ അവൈലബിലിറ്റിയുടെ ഒരു 5-10 ഇരട്ടി അധികം ആപ്ലിക്കൻസ് വരാറുണ്ട് BS നഴ്സിങ്ങിന്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കേരളം മാത്രം നോക്കുന്ന ലാസ്റ്റ് മിനിറ്റ് നമുക്കൊന്ന് മാറണം, അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷനായിട്ട് ഈ ഒരു വർഷം കളയണ്ട എന്നൊരു സാഹചര്യമാണെങ്കിൽ നമ്മൾ സെക്കൻഡായിട്ട് നമ്മൾ കർണാടകയൊക്കെ പ്രിഫർ ചെയ്യുമ്പോൾ കർണാടകയുടെ പുതിയൊരു ഇതനുസരിച്ച് കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള KEയുടെ അണ്ടറിലുള്ള എൻട്രൻസ് എക്സാം നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. ജാൻ 10 കണക്കിലാണ് നമുക്ക് ഏപ്രിൽ 2021 നമുക്ക് എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ആദ്യമേ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ല കാര്യം. നമുക്ക് ഓപ്ഷൻസ് കൊടുക്കുമ്പോഴും സെൻറ്റേഴ്സ് കൊടുക്കുന്ന ഒരു സാഹചര്യം, നമുക്ക് റീച്ചബിൾ ആയിട്ടുള്ള സെൻറ്റേഴ്സ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ അപ്ലൈ ചെയ്യണം. അപ്പം ഞാൻ കേരളം മാത്രമേ നോക്കുന്നുള്ളൂ, കർണാടക നോക്കുന്നില്ല എന്ന് പറഞ്ഞ ഒത്തിരി അനവധി കുട്ടികൾ കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാതെ വന്നപ്പോൾ കർണാടകയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് അതേ കുട്ടികൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കേരളം തന്നെ പ്രിഫറൻസ് വെച്ചുകൊള്ളുക. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ സെക്കൻഡ് ഓപ്ഷനായിട്ട് കർണാടക വെക്കുന്നതാണ് നമുക്കൊരു സേഫ് സോൺ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കർണാടക ഒഫീഷ്യൽ വെബ്സൈറ്റ് പോർട്ടൽ ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഡെഫിനറ്റ്ലി അത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ എൻട്രൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പം അതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ മദേഴ്സ് നഴ്സിംഗിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് 2024 അതിൻ്റെ ജോയിനിങ് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ ഗൈഡ് ലൈൻസ് ഞാൻ അതിൻ്റെ PDF ഗൈഡ് ലൈൻസ് തരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പലരുടെയും ഒരു വിചാരം ഞങ്ങൾക്ക് കേരളത്തിൽ എന്നാൽ അഷ്യൂർഡായിട്ട് കിട്ടുമല്ലോ എന്നുള്ള സാഹചര്യമാണ്. അപ്പോൾ കേരളത്തിൽ ഒരു എൻട്രൻസ് കംപ്ലീറ്റ് ബേസ്ഡ് ആണെങ്കിൽ ഇപ്പം ഗവൺമെൻറ് ആസ് വെൽ ആസ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എൻട്രൻസ് ബേസ്ഡ് ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ആപ്ലിക്കൻസിനെ എല്ലാവർക്കും എല്ലാ മാർക്കിനെ ബേസ്ഡ് ആണ്. അപ്പോൾ കംപ്ലീറ്റ്ലി എൻട്രൻസ് ആണെന്നുള്ള ഒരു അഷ്യൂരിറ്റി ആയിട്ടില്ല. പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ചാനൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഓപ്ഷനായിട്ട് വെക്കുമ്പോൾ ഇപ്പോൾ ആന്ധ്ര സൈഡ് ഇപ്പോൾ ഫീസ് കുറവാണ് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ നീറ്റ് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യിക്കണം. അറ്റ് ദ സെയിം ടൈം തമിഴ്നാടിൻ്റെ സോഫാർ ഒന്നും വന്നിട്ടില്ല, എന്തെങ്കിലും അപ്ഡേറ്റ്സോ കൗൺസിൽ പരമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യും. നഴ്സിംഗ് ബേസിലുള്ള അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ നമ്മുടെ ചാനൽ ഇടാറുണ്ട് വീഡിയോസ്. അപ്പോൾ കൃത്യമായിട്ട് നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ കർണാടക എൻട്രൻസിൻ്റെ ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞാൽ ഇപ്പോഴും അറിയാത്ത കുറേ അനവധി കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ BS നഴ്സിംഗ് തന്നെയാണ് കരിയറായിട്ട് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ഇതിനെക്കുറിച്ച് കഴിഞ്ഞ വർഷം തന്നെ കുറേ പേര് ഇതിനെക്കുറിച്ച് അറിയാതെ പോയി എന്ന് പറഞ്ഞ് ഒത്തിരി പേര് മെസ്സേജ് ചെയ്യുണ്ടായി. അപ്പോൾ എന്തൊരു ഡൗട്ട്സ് ഉണ്ട് മദേഴ്സ് നഴ്സിൻ്റെ ഒഫീഷ്യൽ നമ്പറുമായിട്ട് മാത്രം നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അയക്കാം. കോമൺ ക്വറീസ് ആണെങ്കിൽ ഞാൻ വീഡിയോസിലെ പോസ്റ്റ് ചെയ്യുകയുള്ളൂ കേട്ടോ. അപ്പോൾ നഴ്സിംഗ് പരിചയമുള്ള സബ്ജക്റ്റിനെ കുറിച്ചുള്ള അപ്ഡേഷൻ ഗൈഡ്ലൈൻസ് ഒക്കെ നമ്മുടെ ചാനൽ വരും ആസ് പെർ ദ ഫ്രീ ടൈം. എനിവേ കോമൺ ഗൈഡ് ലൈൻസ് എല്ലാം ഇങ്ങനെയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മദേഴ്സ് നഴ്സിൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മദേഴ്സ് നഴ്സിൻ്റെ ഒഫീഷ്യൽ ചാനൽ പേജുണ്ട്, അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ അത് ഗൈഡ് ലൈൻസ് എന്തെങ്കിലും നഴ്സിംഗ് പരമായിട്ടുള്ള ഏതൊരു കാര്യത്തിലാണ് കൗൺസിൽ പരമായിട്ടുള്ളവരുടെ എന്തൊരു അപ്ഡേറ്റ് ആണെങ്കിലും എഡ്യൂക്കേഷൻ മാത്രമല്ല തുടർന്നുള്ള അപ്ഡേഷൻസ് ഒക്കെയാണ് നഴ്സിൻ്റെ വിവിധമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇൻഫോർമേഷൻസ് കിട്ടും. എനിവേ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ള കുട്ടികൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എനിവേ BS നഴ്സിംഗ് ബേസ് മാത്രമല്ല ജനറൽ നഴ്സിംഗ് മറ്റുള്ള ഡിഗ്രി അപ്ഡേഷൻസ് നഴ്സിംഗിൻ്റെ തന്നെ കുറേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിരുന്നു, നിങ്ങൾക്ക് അടുത്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജനറൽ നഴ്സിംഗിനൊക്കെ ബേസിക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ മദേഴ്സിൻ്റെ ഓഫീസ് നമ്പർ ചോദിക്കാം. ഇപ്പോൾ ഞാൻ ആവർത്തിക്കുന്ന കോമൺ ഡൗട്ട്സ് ആണെങ്കിൽ വീഡിയോസിലായിരിക്കും പോസ്റ്റ് ചെയ്യുക. എനിവേ നഴ്സിംഗ് ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു അപ്ഡേഷണൽ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ താങ്ക് യു.